സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ലേറ്റ് എഡിഷനിലേക്ക് ഞാൻ ഭവ്യ പാർവതി. വിശദമായി നോക്കാം. 2 വർഷത്തിന് ശേഷം ഗസ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ ഇടനാഴി തുറന്നു. നിയന്ത്രണങ്ങളോടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇസ്രായേൽ. ഗസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരമാണ് നടപടി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മെറിൻ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഗസ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ ഇടനാഴി തുറക്കുന്നത്. വിവരങ്ങൾ. ഭവ്യ, പശ്ചിമേഷ്യയിൽ നിന്നും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഫ ഇടനാഴി തുറന്നിരിക്കുന്നു. കാരണം ഗസയിലേക്ക്, യുദ്ധം തകർത്ത ഗസയിലേക്ക് സന്നദ്ധ സഹായം എത്തുന്നതിനുള്ള പ്രധാന ഇടനാഴിയാണ് റഫ ഇടനാഴി. ഈ ഗസയെ ഈജിപ്തുമായി ബന്ധിക്കുന്ന പ്രധാന ഇടനാഴിയാണ്. ഇതാണിപ്പോൾ തുറന്നിരിക്കുന്നത്. ഇസ്രായേൽ ഇത് തുറന്നു നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. പ്രധാനമായും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗസയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് വളരെ നിയന്ത്രിതമായ, പരിമിതമായ അളവിൽ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം അനുവദിക്കുക. മാത്രമല്ല, കനത്ത സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ കനത്ത സ്ക്രീനിങ്ങിനോട് വിധേയമായ ശേഷം മാത്രമായിരിക്കും ഇരുവശത്തേക്കും ഗതാഗതം അനുവദിക്കുക. മാത്രമല്ല, യുദ്ധസമയത്ത് പലായനം ചെയ്തവരെ മടങ്ങി വരാൻ അനുവദിക്കും. അതിൽ പ്രധാനമായും 42,000 പേരാണ് ഇത്തരത്തിൽ പലായനം ചെയ്തത്. അവർക്കെല്ലാം ഈ ഒരു ഇടനാഴിയിലൂടെ മടങ്ങിയെത്തുന്നതിനുള്ള ഒരു അനുവാദം ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഇടനാഴിയിലുള്ള ഗതാഗതം പ്രധാനമായും ഇസ്രായേലും അതുപോലെ തന്നെ ഈജിപ്തുമായിരിക്കും നിരീക്ഷിക്കുക. അതിന് തൊട്ടു പുറമെ തന്നെ യൂറോപ്യൻ യൂണിയൻ ബോർഡർ പട്രോൾ ബോർഡും ഈ ഒരു ഗതാഗതത്തെ നിരീക്ഷിക്കും. പ്രയോറിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ മുൻഗണന അനുസരിച്ചാണ് ഈ റഫ ഇടനാഴിയിലൂടെ യാത്രക്കാരെ അല്ലെങ്കിൽ അത് കടന്നവരെ കടത്തിവിടുക. പ്രധാനമായും അടിയന്തര മെഡിക്കൽ സഹായം ആവശ്യമുള്ള 50 പേർക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക. ഇത് ഇസ്രായേലിന്റെ നടപടി എന്ന് പറയുന്നത് ബന്ദികളാക്കപ്പെട്ട അവസാനത്തെ ബന്ദിയെയും മോചിപ്പിച്ചു, അല്ലെങ്കിൽ അവരെയെല്ലാം കണ്ടെടുത്തു, ആ മൃതദേഹവും കണ്ടെടുത്തു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രായേലിന്റെ ഒരു നടപടി വന്നിരിക്കുന്നത്. നേരത്തെ 2024 മാർച്ചിനാണ് ഇസ്രായേൽ ഇത്തരത്തിൽ റഫ ഇടനാഴി അടച്ചത്. അത് ഗസയിൽ സഹായം എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തിക്കുന്നതിന് അത് തടസ്സമാകുന്നു എന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ എയ്ഡ് ഏജൻസികളും എല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ നിരന്തര ആവശ്യവും അതുപോലെ തന്നെ ട്രംപ് ഇടപെട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഈ റഫ ഇടനാഴി തുറന്നിരിക്കുന്നത്. ഗസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന ഈ റഫ ഇടനാഴി തുറന്നതിലൂടെ ഗസയിലേക്ക് പ്രധാനമായും സഹായം എത്തിക്കും, മാനുഷിക സഹായം എത്തിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. എന്നാൽ അതേസമയം ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അൽ മവാസി അതുപോലെ തന്നെ ഖാൻ യൂനിസ് തുടങ്ങിയ നഗരങ്ങളിൽ ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരുന്നു. റഫ ഇടനാഴി തുറക്കാനിരിക്കുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കിയതും. എന്തായാലും പശ്ചിമേഷ്യയിൽ അല്പം ആശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റഫ ഇടനാഴിയിലൂടെ ഗസയിൽ മാനുഷിക സഹായം എത്തുന്നതിനും പരിമിതമായിട്ടുള്ള ഗതാഗതവും അനുവദിക്കുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ. പ്രധാനപ്പെട്ട നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 വർഷത്തിന് ശേഷം റഫ ഇടനാഴി തുറന്നിരിക്കുന്നു. മെറിൻ മേരി ചാക്കോ ആണ് വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. കേരളത്തിന് കടുത്ത അവഗണനയുമായി 3ാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാതയോ എയിംസോ പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശയാണ്. BJP അധികാരത്തിലെത്തിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനും ബജറ്റിൽ പ്രത്യേക പദ്ധതികളില്ല. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറുനേട്ടം. നികുതി വിഹിതത്തിലെ നേരിയ വർധനവുമുണ്ട്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേരളത്തിന്റെ ആവശ്യം അതിവേഗപാത. കിട്ടിയത് കടലാമ പരിപാലന പദ്ധതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. അതിവേഗ റെയിൽപാത, എയിംസ്, വിഴിഞ്ഞം വികസനം, ശബരിപാത, പ്രത്യേക സാമ്പത്തിക പാക്കേജ് തുടങ്ങി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഇടം പിടിച്ചില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനം ഒഴിവാക്കപ്പെട്ടു. ധാതുഖനന ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയെങ്കിലും ഇതേ പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിലും ഉണ്ടായിരുന്നു. The mineral rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. നാളികേര വികസനത്തിനും കൊക്കോ കശുവണ്ടി കൃഷി എന്നിവയ്ക്കും ബജറ്റിൽ പ്രഖ്യാപനമുള്ളത് കേരളത്തിന് നേട്ടമാകും എന്നാണ് പ്രതീക്ഷ. പഴയ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ വയ്ക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കും.
കശുവണ്ടി കൊക്കോ ഉൽപ്പന്നങ്ങളെ ആഗോള ബ്രാൻഡാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം. Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness, and transform Indian cashew and Indian cocoa into premium global brands by 2030. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകം പദ്ധതികളും ബജറ്റിലില്ല. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചതിന്റെ ചെറിയ ആശ്വാസം കേരളത്തിനും ലഭിക്കും. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 36,355 കോടി രൂപ ലഭിക്കും. 24 ഡൽഹി. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബജറ്റ് അവഗണനയിൽ കേന്ദ്രത്തിനെ കടന്നാക്രമിച്ച നേതാക്കൾ. കേരളത്തോടുള്ള അവഗണന എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണെന്ന് വിമർശിച്ചു. കേരളത്തിന് ആമയും തേങ്ങയും മാത്രമാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷവും തുറന്നടിച്ചു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചത് എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എയിംസ്, വിഴിഞ്ഞം, റെയിൽവേ ഇടനാഴി തുടങ്ങി കേരളത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ തഴയപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെയാണ് കർണാടകയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. തമിഴ്നാടിനും കർണാടകത്തിനും അതിവേഗ റെയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ തഴഞ്ഞു. പദ്ധതി ലഭിക്കാത്തതിൽ പേരെടുത്ത് പറയാതെ ഇ ശ്രീധരനും വിമർശനം. സംസ്ഥാനത്തെ അവഗണിച്ചതിന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. BJP സർക്കാരിന്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഇല്ലെന്ന് UDF കുറ്റപ്പെടുത്തി. ഭാവനാശൂന്യമായ ബജറ്റെന്ന് നേതാക്കൾ. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല, എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്തു നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും കേരളത്തെ ബജറ്റിൽ തഴഞ്ഞതിൽ പ്രതിരോധത്തിലായി BJP നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടും എടുത്തു പറയത്തക്ക പ്രഖ്യാപനങ്ങളില്ലാത്തത് വരും ദിവസങ്ങളിൽ പ്രധാന ചർച്ചയാകും. കേരളത്തിന് ആമയും തേങ്ങയുമാണ് കിട്ടിയതെന്നാണ് LDF-ന്റെയും UDF-ന്റെയും വിമർശനം. Simultaneously, we have ensured trade and multilateralism are imperiled. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാന നേതാക്കളെ എത്തിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പിനൊരുങ്ങുന്നു എന്നായിരുന്നു സമീപ ദിവസങ്ങളിൽ BJP നേതാക്കൾ ഉണ്ടാക്കിയ പ്രതീതി. എന്നാൽ കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണമായി തഴഞ്ഞതോടെ BJP നേതൃത്വം വെട്ടിലായി. ബജറ്റിലെ അവഗണനയിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ബജറ്റ് കടുത്ത അവഗണനയും വിവേചനവുമെന്ന സംസ്ഥാന സർക്കാരും LDF-ഉം. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള നയങ്ങളില്ല. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷ സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ല താനും. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതേസമയം വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. ബജറ്റിന് ശേഷം ധനമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ഭൂമി കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിന് എയിംസ് കിട്ടാത്തതെന്ന BJP ആരോപണത്തിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. എയിംസിന് കേരളത്തിൽ ഭൂമി അനുവദിച്ചത് അറിയിച്ചതിനു ശേഷം 2024 കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മറുപടി കത്ത്
പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിയുടെ മറുപടി. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന മദ്യം, പുകയില ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ടാബുകൾ എന്നിവയുടെ വില കുറയും. നികുതി കുറച്ചതോടെ ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവുണ്ടാകും. 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചതോടെ രാജ്യത്ത് പല ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ മാറ്റം വരും. പ്രധാനമായും പ്രമേഹ, ക്യാൻസർ രോഗങ്ങൾക്കുൾപ്പെടെയുള്ള 17 മരുന്നുകൾക്കും വില കുറയും. നികുതി കുറച്ചതോടെ വിമാനഭാഗങ്ങൾ, മൈക്രോവേവ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവ് സംഭവിക്കും. ഇതിനു പുറമെ ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് ഫോൺ, ടാബുകൾ, ഖേലോ ഇന്ത്യ മിഷൻ പ്രഖ്യാപിച്ചതോടെ കായിക ഉപകരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും. എന്നാൽ ആഡംബര വാച്ചുകൾ, ഇറക്കുമതി ചെയ്യുന്ന മദ്യം, സിഗരറ്റ്, പാൻ മസാല, ഗുട്ക ഉൽപ്പന്നങ്ങൾ, ടെലിവിഷൻ, ക്യാമറ ഉൽപ്പന്നങ്ങൾ, ഫോട്ടോഗ്രാഫി, റെക്കോർഡിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയും വില കൂടുന്നവയുടെ പട്ടികയിലുണ്ട്. ചില രാസവളങ്ങളുടെ വിലയിലും വർധനയുണ്ടാകുമെന്നാണ് വിവരം. അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രോഫോസ്ഫേറ്റ് എന്നിവയുടെ തീരുവയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇളവ് എടുത്തുകളഞ്ഞതോടെയാണ് വില വർധനയുണ്ടാകാനുള്ള സാധ്യത. കോഫി വെൽഡിംഗ് മെഷീനുകൾക്കുള്ള തീരുവ ഇളവുകൾ നീക്കം ചെയ്തതോടെ ഇവയുടെ വിലയും കൂടും. ഇതോടെ ഈ ഉപകരണങ്ങൾ ആശ്രയിക്കുന്ന കഫേകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ചെലവിലും വർധനയുണ്ടാകും. 24 ഡൽഹി. നികുതി വിഭാഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളോ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമോ ഇല്ലാതെയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. ഏപ്രിലിൽ പുതിയ നികുതി നിയമം വരുന്നതോടെ ലളിതമായ നികുതി ചട്ടക്കൂടിലേക്ക് മാറാനാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. New Income Tax Act. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. പുതിയ ആദായ നികുതി നിയമമാണ് ബജറ്റിന്റെ പാർട്ട് ബിയിൽ പ്രധാന പ്രഖ്യാപനമായി കാണാനാകുന്നത്. ഇത് ഏപ്രിലിൽ നിലവിൽ വരുന്നതോടെ ആദായ നികുതി ഫയലിംഗ് സാധാരണക്കാർക്ക് പോലും ആയാസരഹിതമാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പുതിയ നിയമത്തിൽ കടുത്ത ശിക്ഷയുണ്ട്. വിദേശ ആസ്തികൾ വെളിപ്പെടുത്താൻ 6 മാസം സമയം ലഭിക്കും. ക്രമക്കേടുകളിലുള്ള ശിക്ഷയിലും പിഴയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ മാത്രമാണ് ശിക്ഷ. ITR 1, ITR 2 പ്രകാരമുള്ള ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ജൂലൈ 31 വരെ സമയം ലഭിക്കും. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതിയില്ല. വാഹനാപകട ഇൻഷുറൻസിനെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിദേശ ഇന്ത്യക്കാർ അവരുടെ സ്ഥാവര വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോഴുള്ള നികുതി കുറയ്ക്കും. വിദേശയാത്രയുടെയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയും TCS 5 നിന്ന് 2% ഇന്ത്യക്കാരായ ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്ന ക്ലൗഡ് സേവനങ്ങൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ ലഭിക്കും. ക്യാപെക്സിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് 5 വർഷത്തേക്ക് നികുതി ഇളവുണ്ടാകും. പുതിയ നികുതി സ്കീമിലേക്ക് മാറുന്നവരുടെ ടാക്സ് സ്ലാബിൽ നേരിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് പണം അയക്കുന്നവർക്ക് ആശ്വാസമാകുന്നതാണ് നികുതി കുറയ്ക്കൽ. വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് തീരുവ 10% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്ഥലം വാങ്ങുന്ന വിദേശ ഇന്ത്യക്കാർക്ക് ടാൻ ഇല്ലാതെ സ്വന്തം പാൻ കാർഡ് ഉപയോഗിച്ച് TDS അടയ്ക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാമെന്നതും നികുതി പ്രഖ്യാപനങ്ങളിൽ പെടുന്നു. ബിസിനസ് ഡെസ്ക് 24. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJക്ക് കണ്ണീരോടെ വിട. ഡോക്ടർ CJ റോയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം ബന്നാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. ശിവാജി നഗർ ബൗറിംഗ് ആശുപത്രിയിൽ നിന്ന് ബന്നർഘട്ടയിലേക്കുള്ള അവസാന യാത്ര തുടങ്ങിയത് രാവിലെ 8 മണിക്ക്. ബന്നർഘട്ടയിലെ തന്റെ പ്രിയപ്പെട്ട റിസോർട്ടിലേക്ക് ഒടുവിൽ ഡോക്ടർ റോയ് CJ എത്തി. പ്രിയപ്പെട്ടവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. ഡോക്ടർ റോയ് CJയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് 100 കണക്കിന് പേർ. 2 മണിയോടെ മൃതദേഹം കൽക്കരയിലെ സെയിന്റ് ജോസഫ് ദേവാലയത്തിലേക്ക്, സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം തിരികെ റിസോർട്ടിലേക്ക്, തുടർന്ന് സംസ്കാരം. തന്റെ എല്ലാ വാഹനങ്ങളും ഡോക്ടർ റോയ് CJയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അവസാന യാത്രയിൽ ഈ വാഹനങ്ങളും അകമ്പടിയായി. പ്രിയപ്പെട്ടവരെ വേദനയിലാഴ്ത്തി ഡോക്ടർ റോയ് CJ മടങ്ങി. എന്തിനായിരുന്നു ഈ തീരുമാനം എന്ന ചോദ്യം ബാക്കി.
ടീം 24, ബംഗളൂരു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജിയുടെ മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി പ്രത്യേക അന്വേഷണ സംഘം. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ലെന്നും പോലീസ്. കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 1 മണിക്കൂറോളം ആദായ നികുതി വകുപ്പ് ഡോക്ടർ റോയ് സിജിയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. 3 മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത്. സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. 24, ബംഗളൂരു. ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടതിൽ വെച്ച് ഏറെ സുന്ദരമായ മനോഹരമായ ഒരു വാർത്തയിലേക്കാണ് ഇനി. പാലക്കാട് പല്ലശ്ശനയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് കൃത്രിമ കൈ ഇടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സാമ്പത്തിക സഹായം നൽകിയത്. കൃത്രിമ കൈകൾ കൊണ്ട് പൂക്കൾ നൽകി പ്രതിപക്ഷ നേതാവിനെ വിനോദിനി സ്വീകരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരി വിനോദിനി വീണ് കൈക്ക് പരിക്കേൽക്കുന്നത്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു, കൈയിൽ പ്ലാസ്റ്റർ ഇട്ടു. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നീർക്കെട്ടായി. സ്ഥിതി ഗുരുതരമായതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അണുബാധ ഗുരുതരമായി. വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. വിനോദിനിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവാണ് കൃത്രിമ കൈ വയ്ക്കാനുള്ള മുഴുവൻ ചെലവും ഏറ്റെടുത്തത്. എറണാകുളം കാക്കനാട് ക്ലിനിക്കിൽ വെച്ച് വിനോദിനിക്ക് കൃത്രിമ കൈകൾ വെച്ച് നൽകി. അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിൻ്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. പുതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൽ കുടുംബത്തിനും ഏറെ സന്തോഷം. ആശ്വാസമുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല, പക്ഷെ നമുക്ക് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. വിനോദിനിക്ക് ഇനിയും ഏറെ സ്വപ്നങ്ങളുണ്ട്. വീടെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. 24, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ മേഖലാ ജാഥകൾക്ക് തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർകോട് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതവികാരം ഇളക്കിവിടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ സംഘടനകളെ രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ വർഗീയ നിലപാട് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കി വിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അധികാരത്തിലെത്താൻ UDF സ്വീകരിക്കുന്ന മാർഗങ്ങൾ ജനം വിലയിരുത്തുന്നുണ്ട്. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച സ്വീകരിക്കില്ലെന്നും കാസർകോട് മഞ്ചേശ്വരത്ത് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പ്. വർഗീയ സംഘർഷമുണ്ടായോ കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല. ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കുകയാണ് പ്രചരണ ജാഥയിലൂടെ LDF പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഈ മാസം 3-നും ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ 6-നുമാണ് ആരംഭിക്കുക.
ജാഥയിലൂടെ അണികളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 24 കാസർഗോഡ്. ദീർഘവീക്ഷണമില്ലായ്മയും ചുമതലകൾ മറന്നുള്ള പ്രവർത്തനവുമാണ് നാടിന്റെ ഭാവിയെ പിന്നോട്ടടിക്കുന്നതെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത് നായർ. കാലാനുസൃതമായ നിയമപരിഷ്കാരങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൽ സംബന്ധിക്കുകയായിരുന്നു പ്രശാന്ത് നായർ. കലക്ടർ ബ്രോയുടെ കലക്കൻ ആശയങ്ങൾ പുതുതലമുറ രണ്ട് കൈയുമടിച്ച് സ്വീകരിച്ച കാഴ്ചയാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ കണ്ടത്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പുതിയ തലമുറയുടെ വേഗത്തിനൊപ്പമെത്താതെ ഭരണ സംവിധാനവും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകില്ല എന്ന് ഉദാഹരണങ്ങൾ നിരത്തിയാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ പ്രശാന്ത് നായർ വ്യക്തമാക്കിയത്. നിയമനിർമ്മാണം നടത്തേണ്ട സഭയിലുള്ളവർ വികസനം പറഞ്ഞ് പാലവും റോഡും മാത്രം നിർമ്മിച്ചതുകൊണ്ട് നാട് പുരോഗതിയിലേക്കെത്തില്ല. ഓരോ സെക്ടറും എടുക്കൂ, അവിടെയൊക്കെ ഇടനില നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അന്യായമായിട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് ഈടാക്കുന്നുണ്ട്. അത് ചോദിക്കാനും പറയാനും ജനങ്ങൾ സംഘടിതരല്ല, അറിവുമില്ല. പലപ്പോഴും ജനങ്ങൾക്കറിയില്ല. അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വിഷയങ്ങൾ പഠിക്കാതെ കാലഹരണപ്പെട്ട ആശയങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ആറ്റിറ്റ്യൂഡ് മാറാതെ ആശയങ്ങൾ മാറില്ല എന്നും കലക്ടർ ബ്രോയുടെ വാക്കുകൾ. 24 കൊച്ചി. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാനെ ആക്രമിച്ചാൽ പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ തീരത്ത് സൈനിക നീക്കം നടത്തുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. 1979 അയത്തുള്ള റുഹുള്ള ഖമനേയി ഫ്രാൻസിൽ നിന്ന് ഇറാനിലേക്ക് മടങ്ങിയെത്തിയതിന്റെ വാർഷികത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മുന്നറിയിപ്പ്. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാൻ. ലോകകപ്പിൽ കളിക്കാൻ ടീമിന് അനുമതി നൽകിയ പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കുമെന്നും ICC. 2020 ലോകകപ്പിലെ ആദ്യ പന്തെറിയും മുമ്പേ ടീം ഇന്ത്യക്ക് 2 പോയിന്റ്. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനമാണ് നിലവിലെ ചാമ്പ്യൻസിന് ചുമ്മാ 2 പോയിന്റ് സമ്മാനിച്ചത്. ഫെബ്രുവരി 15 ശ്രീലങ്കയിലെ കൊളംബോയിലായിരുന്നു ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം കാത്തിരുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. പാകിസ്ഥാൻ ടീമിന് ലോകകപ്പിൽ കളിക്കാൻ അനുമതി നൽകിയ സർക്കാർ പക്ഷേ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ICC നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാന്റെ ബോയ്ക്കോട്ട്. ICCക്ക് ഇരട്ട നീതിയെന്നും ഇന്ത്യയോട് അനുകൂല നിലപാടാണെന്നും പാകിസ്ഥാന്റെ ആരോപണം. ആദ്യം ലോകകപ്പ് ഒന്നടങ്കം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ICCയിൽ നിന്ന് കടുത്ത നടപടി വരുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം മറ്റ് ടീമുകൾക്കെതിരെ കളിക്കുമെങ്കിലും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കും. ഗ്രൂപ്പ് റൗണ്ടിൽ ബഹിഷ്കരണം മൂലമുള്ള 2 പോയിന്റ് നഷ്ടം പാകിസ്ഥാന് മറികടക്കാമെങ്കിലും സൂപ്പർ 8ലും നോക്കൌട്ട് മത്സരങ്ങളിലും എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. അവിടെയും ബഹിഷ്കരണമെങ്കിൽ ഇന്ത്യയെ ജേതാക്കളായി പ്രഖ്യാപിക്കും. സ്പോർട്സ് ഡെസ്ക് 24. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.